ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. സുധാമയം വചോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയഃ കോ നാമയോഷിതാം. ഇനിയും ഈ ശ്ലോകത്തിൽ ദുഷ്ടസ്ത്രീകളുടെ പൊതുവായ സ്വഭാവം എന്താണ് എന്നാണ് പറയുന്നത്. സുധാമയം വചോയാസാം. സുധാമയം എന്ന് പറഞ്ഞാൽ വളരെ തേൻ പുരട്ടിയതായിട്ടുള്ള അഥവാ അമൃതമായിട്ടുള്ള, നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നതായിട്ടുള്ള വചോ വാക്ക് അങ്ങനെയായിരിക്കും. പിന്നെയോ യാസാം കാമിനാം രസവർദ്ധനം. കാമികൾക്ക് രസവർദ്ധനം, രസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം ഹൃദയം ക്ഷുരധാരാഭം, അവരുടെ ഹൃദയമാകട്ടെ ക്ഷുരധാരാഭം, ക്ഷുരകന്മാരുടെ കയ്യിലിരിക്കുന്ന കത്തി പോലെ വളരെയേറെ മൂർച്ചയുള്ളവയായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് ഒന്നിനെയും അവരെടുക്കുകയില്ല. അവരുടെ ഹൃദയം എന്തിനാ സദാ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവയാണ്. അവരുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെയാണ്. ആരെ ദ്രോഹിച്ചിട്ടും ആരെ വേദനിപ്പിച്ചിട്ടും തൻ്റെ കാര്യം നടക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അപ്പോൾ യാതൊരു സ്ത്രീകളുടെ യാസാം വചോ സുധാമയം, യാതൊരു സ്ത്രീകളുടെ വാക്ക് വളരെ തേൻ പോലത്തെയാണോ, അതേപോലെ കാമികൾക്ക് രസത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടും ഉള്ളത്. ഇത് രണ്ടും കാണുമ്പോൾ അവരുടെ ഹൃദയവും അതുപോലെ മധുരമേറിയതാണ് എന്ന് കരുതരുത്. അവരുടെ ഹൃദയമാകട്ടെ ക്ഷുരകന്മാരുപയോഗിക്കുന്ന കത്തിയേക്കാൾ മൂർച്ചയുള്ളവയായിരിക്കും. അങ്ങനെയുള്ള ആ സ്ത്രീകൾക്ക് പ്രിയ കോ നാമയോഷിത, പ്രിയനായിട്ട് അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവനെന്ന് കരുതാൻ കോ നാമയോഷിത, ആരെയാണ് അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്? കാരണം അവർക്ക് ആരോടും തന്നെ ആത്മാർത്ഥമായ ഒരു പ്രിയമില്ല. അവർക്ക് അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം കാണിക്കുന്ന മധുരമുള്ള വാക്കുകളും അതുപോലെ തങ്ങളെ തേടി വരുന്നവർക്ക്, കാമികൾക്ക് അവർ താല്പര്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ശരീരഭാഷയാണ് എന്ന് മാത്രം. അവരുടെ ഉള്ളിൽ അവർക്ക് ആരോടും ഒരു ആത്മാർത്ഥമായ പ്രിയമില്ല. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെയും പൊതുവെ ദുഷ്ട സ്ത്രീകളുടെ സ്വഭാവമെന്നാണ് ബുദ്ധിമാന്മാർ പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു പൊതുവായ സ്റ്റേറ്റ്മെൻറ്റാണ്, അഥവാ ഒരു പൊതുവായ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്നത്തെ കാലത്ത് നോക്കിയാലും ദുഷ്ടരായിട്ടുള്ള മനുഷ്യർക്ക്, അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല, അവരുടെയും പൊതുവായ സ്വഭാവം ഇത് തന്നെയായിരിക്കും. അവരുടെ കാര്യം കാണുന്നതിന് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റുള്ളവരോട് തേനൂറുന്ന വാക്കുകളും അതേപോലെ അവർക്ക് പ്രിയമായ രീതിയിൽ, പ്രിയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം അവർക്ക് മറ്റുള്ളവരോടുണ്ടായിരിക്കുകയില്ല. ഇന്നും നമുക്ക് കാണാം, ഇന്നത്തെ ലോകത്തും അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. ഒരു പക്ഷേ ഇന്ന് അങ്ങനെയുള്ളവരുടെ, ദുഷ്ടജനങ്ങളുടെ എണ്ണം കൂടുതലാണ് ഈ കലികാലത്തിൽ. ധാരാളം നമുക്ക് ഈ ലോകത്ത് അങ്ങനെയുള്ളവരെ കാണാവുന്നതാണ്. ഇത് അന്നത്തെ കാലത്ത് ദുഷ്ടരായ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കണ്ടിരുന്നത്. ബാക്കി പൊതുവെ ജനങ്ങളൊക്കെയും സദ്ഭാവമുള്ളവരായിരുന്നു, സത്ചിന്തയുള്ളവരായിരുന്നു, ഈശ്വരീയമായ കാര്യങ്ങളിൽ തൽപരരായിരുന്നു. ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഈശ്വരീയമായ ചിന്തകൾക്ക് സ്ഥാനമില്ലാതെ മനസ്സ് മറ്റു പലതിൻ്റെയും പിന്നാലെ, ഈ പറഞ്ഞ പോലെ സമ്പത്ത്, ആഡംബരം തുടങ്ങി എന്ന് വേണ്ട, ഇവിടെ ആഭരണം എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൻ്റെ പണത്തിൻ്റെ മറ്റൊരു വകഭേദമാണെന്നേ ഉള്ളൂ. പലതരത്തിൽ അതിനെ നേടുന്നതിന് വേണ്ടി ഏതു വിധത്തിലുള്ള കുത്സിത പ്രവർത്തികളും ചെയ്യാൻ മടികാട്ടാത്തവരായി ദുഷ്ടജനങ്ങൾ ഇന്ന് വ്യവഹരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സുധാമയം വചോ യാസാം കാമിനാം രസവർദ്ധനം
ഹൃദയം ക്ഷുരധാരാഭം പ്രിയഃ കോ നാമയോഷിതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, പ്രിയഃ അവിടെയൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി നമുക്ക് 16ാമത്തെ ശ്ലോകം നോക്കാം. സംഹൃത്യ വിത്തം തായാതാഃ കുലടാ ബഹുഭർതൃകാഃ ധുന്ധുകാരീ ബഭൂവാഥ മഹാൻ പ്രേതഃ കുകർമ്മതഃ. സംഹൃത്യ വിത്തം തായാതാഃ, പണം സംഹൃത്യ വിത്തം, ആരൊക്കെ പണം കൊടുത്താലോ അല്ലെങ്കിൽ പണം കൊടുക്കുന്നവരെയെല്ലാം തായാതാഹ അവർ കൊണ്ടുപോകും, അഥവാ അവർ സ്വീകരിക്കുന്നു, ഇങ്ങോട്ട് എടുത്തുകൊണ്ടു പോകുന്നു. ആര്? കുലടാ ബഹുഭർതൃകാഹ, കുലട അങ്ങനെയുള്ള സ്ത്രീകൾ, ദുഷ്ടസ്ത്രീകൾ, വേശ്യ സ്ത്രീകൾ, ബഹുഭർതൃകാഹ അവരെ സംബന്ധിച്ച് അതിനൊരു തുടക്കം എന്നോണം, അല്ലെങ്കിൽ അതിനൊരു ചെറിയ രീതിയിലും മുൻപ് പറഞ്ഞു, അവർക്ക് ആരെയാണ് ആരോടും അവർക്ക് പരമാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രിയമില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറയാം ബഹുഭർതൃകാഹ, അവർക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, അതിൻ്റെ ഒരു ശ്രേഷ്ഠത അവർക്കില്ല. അവർക്ക് പണം തരുന്നവരെല്ലാം ഭർത്താക്കന്മാരാണ്, അവർക്ക് പണം മാത്രമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ബഹുഭർതൃകാഹ, അങ്ങനെ പല ഭർത്താക്കന്മാരുള്ള കുലടകളായിട്ടുള്ള സ്ത്രീകൾ, യാതൊരാളാണോ വിത്തം കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്, ആ കുലടകൾ അവരുടെയൊക്കെ പണം അപഹരിച്ചു കൊണ്ടുപോകുന്നു. അവർക്കൊന്നും ഒരുത്തരോടും ആത്മാർത്ഥമായ പ്രിയമില്ല. അവർ ബഹുഭർതൃകാഹ, പണം കിട്ടുന്നവരെല്ലാം അവർക്ക്, പണം കൊടുക്കുന്നവരെല്ലാം അവർക്ക് ഭർത്താവാണ്. ധുന്ധുകാരി ബഭൂവാഥ, ആ ധുന്ധുകാരി ബഭൂവാഥ ആയിത്തീർന്നു. മഹാൻ പ്രേതഃ കുകർമ്മതഃ, മഹാൻ പ്രേതഃ മഹാപ്രേതമായിട്ട് മാറുകയും ചെയ്തു. കുകർമ്മതഃ, എന്തുകൊണ്ടാണ് മഹാപ്രേതമായിട്ട് മാറിയതെന്ന് ചോദിച്ചാൽ തങ്ങളുടെ കുകർമ്മതഃ ദുഷ്ടകർമ്മങ്ങൾ കൊണ്ടാണ്. ഇവിടെ എടുത്തു പറഞ്ഞത് ഈ ദുഷ്ട സ്ത്രീകളുടെ മോശം കർമ്മം കൊണ്ടല്ല, തൻ്റെ തന്നെ കർമ്മദോഷം കൊണ്ടാണ് തനിക്ക് പ്രേതമായിട്ട് മാറേണ്ടി വന്നത്, മഹാപ്രേതമായി ഭവിച്ചു. കാരണം തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ ധുന്ധുകാരി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സ്വന്തം ആനന്ദം, സന്തോഷം കണ്ടെത്തിയിരുന്ന കൂട്ടത്തിലാണ്. ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും ആരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും തനിക്ക് സമ്പത്ത് വേണം, പണം വേണം എന്ന് മാത്രം ചിന്തിച്ച് തൻ്റെ മാത്രം സുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ, ആഗ്രഹങ്ങളെ, ഇഷ്ടങ്ങളെ ഒന്നും അല്പം പോലും ബഹുമാനിക്കാൻ അറിയാൻ വയ്യാതെ പോയ, തൻ്റെ മാത്രം സ്വാർത്ഥ വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ആ ധുന്ധുകാരി, അതിനുവേണ്ടി താൻ കടന്നു വന്ന ജീവിത പന്ഥാവിൽ കണ്ടവരെയെല്ലാം താൻ ദ്രോഹിച്ചു. ഇന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ തന്നെ കുകർമ്മതഃ, തൻ്റെ തന്നെ കർമ്മദോഷം കൊണ്ട് മഹാപ്രേതമായി ഭവിച്ചു. അപ്പോൾ ഈ കുലടകളായിട്ടുള്ള സ്ത്രീകൾ പൊതുവെ തങ്ങൾക്ക് ആര് പണം തന്നാലും അവരൊക്കെ ഭർത്താക്കന്മാരാണ്. ഒരു ശ്രേഷ്ഠത അവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതിനില്ല. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇതനുസരിച്ചൊരു അർദ്ധനാരീശ്വര സങ്കല്പമാണ്. ഭർത്താവിൻ്റെ പാതിയാണ് ഭാര്യ, ഭാര്യയുടെ പാതിയാണ് ഭർത്താവ്. അതായത് അവർക്കിടയിൽ വേർകൃത്യമുണ്ടാവരുത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സ്വന്തം കാര്യം, അതിനുവേണ്ടി പണം കിട്ടാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പണം മാത്രമാണ് ലക്ഷ്യം. ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അതിനതീതമായി ആ രണ്ട് പദവികളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്തവരാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ജീവിക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമാകുന്നത്.
അതിനപ്പുറത്തേക്ക് പണത്തിനായിക്കൊണ്ട് ബന്ധങ്ങളെ വിലയിരുത്തുമ്പോൾ, ബന്ധങ്ങളെ സ്നേഹിക്കുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ലോകത്തിന് തന്നെ മനസ്സിലാവും ഇതിൽ ആത്മാർത്ഥതയില്ല, അവർക്ക് വേണ്ടത് പണം മാത്രമാണ് എന്ന്. അപ്പോൾ ഇവിടെ ലോകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഈ കുലടകളായ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നത് ഭർത്താവിനെയല്ല, ഭർത്താവെന്ന പേരിൽ പണത്തിനെയായിരുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ പണം ഞങ്ങൾക്ക് കിട്ടുക മാത്രമായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറയുകയാണ്. ഇവിടെ ദുഷ്ട സ്ത്രീകളുടെ സ്വഭാവം, ഒപ്പം അതിനോട് ചേർന്ന ധുന്ധുകാരിയുടെ ആ സംഘം കൊണ്ട് മാത്രമല്ല, ആ സംഘം വരുന്നതിന് മുൻപേ ധുന്ധുകാരിയിലെ വാസന മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തൻ്റെ തന്നെ കർമ്മദോഷം കൊണ്ട് ഇവിടെ മഹാപ്രേതമായി ഭവിച്ചു. ഇവിടെ പലപ്പോഴും ഗുരുക്കന്മാർ പറയാറുണ്ട്, ഈ മഹാപ്രേതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം, ഓരോ വഴിപോക്കരെയൊക്കെ വരുന്നത് കാണുമ്പോൾ അവരുടെ മുൻപിൽ ഒരു രൂപം ധരിച്ചു നിൽക്കും, അല്ലെങ്കിൽ സ്പഷ്ടമാകാത്ത വിധത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുക, ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവരിലൊരു സന്ദേഹമുളവാക്കുക, ഒരു ഭീതി ഉളവാക്കുക. ഈ രീതിയിൽ പെരുമാറുന്ന ആത്മാക്കളെ, പ്രേതങ്ങളെയാണ് മഹാപ്രേതമെന്ന് പറയുന്നതെന്ന് പറയാറുണ്ട്. ഏതായാലും ശരി, ധുന്ധുകാരി അങ്ങനെ ഒരു മഹാപ്രേതമായിട്ട് മാറുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സംഹൃത്യ വിത്തം തായാത കുലടാ ബഹുഭർതൃകാ ധുന്ധുകാരീ ബഭൂവാഥ മഹാൻ പ്രേതഃ കുകർമ്മത. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബഹുഭർതൃകാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ അകാരം നീട്ടിയെടുക്കണം, അതേസമയം പകുതി ഹകാരത്തിൽ നിർത്തുകയും വേണം. അതുപോലെ തന്നെയാണ് യാതാഹ്, അവിടെയും അകാരം നീട്ടിയെടുക്കണം, പകുതി ഹകാരത്തിൽ നിർത്തുകയും വേണം. പിന്നെ അടുത്തത് പ്രേത കുകർമ്മത, അവിടെ ദീർഘമില്ല, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിത. ഇവിടെ ഇനി അർത്ഥം പറയണം, വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം. വാത്യാരൂപധര എന്ന് പറഞ്ഞാൽ വാതം എന്ന് പറയുന്നത് കാറ്റാണ്. വാത്യാരൂപധരോ, ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് നിത്യം ധാവൻ ദശദിശോന്തരം, നിത്യം എപ്പോഴും, ധാവൻ ദശദിശോന്തരം, എല്ലാ ദിക്കുകളുടെയും മധ്യത്തിലങ്ങനെ ചലിച്ചുകൊണ്ടും, ദിശഃ അന്തരം, 10 ദിക്ക്, ദശം എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളുടെയും ഉള്ളിൽ അല്ലെങ്കിൽ മധ്യത്തിൽ അങ്ങനെ ചലിച്ചുകൊണ്ടും, ശീതാതപ പരിക്ലിഷ്ടോ, ശീതം തണുപ്പ്, ആതപം ചൂട്, ശീതാതപ പരിക്ലിഷ്ടോ, തണുപ്പും ചൂടുമൊക്കെ സഹിച്ചുകൊണ്ടും, നിരാഹാരഃ, ആഹാരമില്ലാതെയും, പിപാസിതഃ, ദാഹം കൊണ്ടും തളർന്നും, ഒരു ദിക്കിലും ശരണമില്ലാതെ, അങ്ങനെ ഈ ധുന്ധുകാരി അങ്ങനെ അലയാൻ തുടങ്ങി. നോക്കൂ, ഇവിടെ നമ്മളൊക്കെ പിതൃകർമ്മം ചെയ്യാറുണ്ട്, വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ പിതൃകർമ്മം ചെയ്യാറുണ്ട്. ഇനിയും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവർ മരിച്ച ആ ഒരു വർഷങ്ങളുടെ അനുസരിച്ച്, അതായത് അതേ നക്ഷത്രത്തിനും തിഥിക്കും ഒക്കെ നോക്കി ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ കർക്കിടക വാവിന് പൊതുവായി പിതൃക്കൾക്ക് ബലിയിടുന്നവരുമുണ്ട്. ഇത് 2 തരത്തിലായാലും നമ്മുടെ പിതൃക്കൾക്ക് നമ്മളിൽ നിന്ന് അല്പം ജലവും അല്പം അന്നവും കിട്ടുന്നുണ്ട്. ഇവിടെയാകട്ടെ ഈ ധുന്ധുകാരിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് ആരുമില്ല. കാരണം അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പിറപ്പില്ല, ആരുമില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഭാര്യ എന്ന പോലെ കഴിഞ്ഞിരുന്ന കുറേ വേശ്യാസ്ത്രീകളാണ്. അവർ തന്നെയാണ് കൊന്നുകളഞ്ഞത്. അപ്പോൾ പിന്നെ അവർ ആ കർമ്മം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അന്നമില്ല, ദാഹം കൊണ്ട് തളർന്നു, പിന്നെയോ സ്വയം ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപം ധരിച്ച് അങ്ങനെ 10 ദിക്കുകളിലും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, തണുപ്പും ചൂടുമൊക്കെ സഹിച്ച് മാറി മാറി ഈ തണുപ്പും ചൂടുമൊക്കെ സഹിച്ചും ആഹാരമില്ലാതെയും ദാഹിച്ചുമൊക്കെ ആകെ ഇപ്പോൾ തളർന്നിരിക്കുകയാണ്.
ഇത്ര നാളും ഇതിനൊന്നിനും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. ആഹാരത്തിന് ആഹാരവും പാനീയങ്ങളും ഒക്കെ സമയാസമയങ്ങളിൽ അച്ഛനമ്മമാർ കൊടുത്തിരുന്നപ്പോൾ ഈ ധുന്ധുകാരി അറിഞ്ഞില്ല അതിൻ്റെ മൂല്യം എത്രയാണെന്ന്. ഒടുവിൽ തന്നോടൊപ്പം താൻ പോയൊരു ദുർസംസർഗത്തിൽ പെട്ടുപോയപ്പോൾ അതിലൂടെ തൻ്റെ മരണം സംഭവിക്കുകയും തനിക്ക് ഒരു വറ്റ് ചോറോ ഒരിറ്റ് ജലമോ നൽകാൻ ആരുമില്ലാതെയായി പോവുകയും ചെയ്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിലെ എല്ലാ അബദ്ധസഞ്ചാരങ്ങളും സ്വയം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഈ ചുഴലിക്കാറ്റായി 10 ദിക്കുകൾക്കുള്ളിലും ഇങ്ങനെ നടക്കുമ്പോൾ, വീശിക്കൊണ്ട് 10 ദിക്കുകളെയും ചലിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ അറിയാതെ പലപ്പോഴും ധുന്ധുകാരി വിളിച്ചു ദൈവമേ. കാരണം അങ്ങനെ വിശപ്പും ദാഹവും കാരണം അലറിക്കരയുകയാണിപ്പോൾ. നമ്മൾ കണ്ടിട്ടില്ലേ ചൂളം വിളിച്ച് ചിലപ്പോൾ ചുഴലിക്കാറ്റ് ഇവിടെ പറയുകയാണ് ഇതൊരു പ്രേതമാണ്. അവിടെ അലറിക്കരയുകയാണ് ആ ചുഴലിക്കാറ്റ്. അങ്ങനെ ആ ധുന്ധുകാരിയുടെ മരണവൃത്താന്തം ലോകമെമ്പാടും പരന്നു. അതായത് കുറേ ആളുകൾ അങ്ങനെ അറിയാനിടയായി. ഈ വേശ്യാസ്ത്രീകളൊക്കെ തങ്ങൾക്ക് കിട്ടിയതും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ അതുവരെ അറിയാതിരുന്ന ധുന്ധുകാരിയുടെ മരണം ഇപ്പോൾ ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇത്ര കാലവും ഈശ്വര വിചാരമില്ലാതെ ഇരുന്ന ധുന്ധുകാരിക്ക് തൻ്റെ കർമ്മങ്ങളുടെ എല്ലാം ഫലം ഒന്നിച്ചു വന്നു തുടങ്ങിയപ്പോൾ, മറ്റാരും തുണയില്ല എന്നറിഞ്ഞപ്പോൾ, താൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്നവരൊക്കെ ദുഷ്ട ജനങ്ങളായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ഈശ്വരനെ മുറുക്കെ പിടിക്കാൻ, ദൈവമേ എന്നുറക്കെ കരഞ്ഞുകൊണ്ട് ആ ഈശ്വരനെ കൂട്ടുപിടിക്കാൻ ധുന്ധുകാരി ശീലിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിത. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദശദിശോന്തരം, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ നിരാഹാര പിപാസിത, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.